പരാജിതരുടെ ഹീറോയാണ് കർണൻ. എങ്ങനെയോ വി.ഡി. സതീശന്റെയും ഇഷ്ട കഥാപാത്രമായി കർണൻ മാറി. പദവികളും അധികാര സിംഹാസനങ്ങളുമായിരുന്നില്ല, അകറ്റി നിർത്തലുകളും അവഗണനയും നൽകിയ ഊർജമായിരുന്നു സതീശന്റെ മൂലധനം. തീർത്തും അർഹമായിരുന്നെങ്കിലും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അധ്യക്ഷ പദങ്ങൾ സതീശനിലേക്ക് എത്തിയില്ല. ഗോഡ്ഫാദറില്ലാതിരുന്ന യുവനേതാവിനെ ഗ്രൂപ്പ് മാനേജർമാർ വെട്ടിമാറ്റുകയായിരുന്നു. തുടക്കം ഐ ഗ്രൂപ്പിൽ. രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയനൊപ്പം സതീശനുമെത്തി മൂന്നാം ഗ്രൂപ്പിൽ. രാഷ്ട്രീയത്തിലെ നെല്ലും പതിരും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ മിടുക്കനായ ചാണക്യൻ കെ കരുണാകരൻ പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു, ഇവൻ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനമാണ്. സതീശനെ തിരികെ ഐ ഗ്രൂപ്പിൽ എത്തിക്കാനായിരുന്നു ലീഡറുടെ ശ്രമം. വാഗ്ദാനം നൽകിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി. ഇതിലും വലിയ പദവി ലഭിച്ചാൽ ഞാൻ തിരികെ പോകണമോ എന്ന് ലീഡറുടെ ദൂതനോട് സതീശൻ ചോദിച്ചത്രേ. സ്വതസിദ്ധമായ ചിരിയായിരുന്നു ലീഡറുടെ മറുപടി. ഗ്രൂപ്പ് കളികളിലും അവഗണനയിലും മനമെടുത്ത് ഒരിക്കൽ സജീവ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചതായിരുന്നു വി.ഡി. സതീശൻ. ഹൈക്കോടതിയിൽ മുഴുവൻ സമയ അഭിഭാഷകനായി തിരികെ വന്നത് A.K. ആന്റണിയുടെ നിർബന്ധപ്രകാരം. ഇടതുകോട്ടയായിരുന്ന പറവൂരിൽ 96-ൽ പോരാടി വീണു. 2001-ൽ ജയം. പിന്നീടുള്ളത് ചരിത്രം. സ്കൂൾ കാലം മുതൽ മികച്ച പ്രസംഗകനായിരുന്നു സതീശൻ. നിയമസഭയിലെത്തിയതോടെ കോൺഗ്രസിന്റെ ശബ്ദമായി മാറി. 2006-ലെ VS സർക്കാരിന്റെ കാലത്ത് സഭയിൽ ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ. സർക്കാരിനെതിരെയുള്ള നിർണായക നീക്കങ്ങളിൽ ഉമ്മൻചാണ്ടി മുന്നിൽ നിർത്തിയത് സതീശനെ. വ്യാജ ലോട്ടറി മാഫിയക്കെതിരെയുള്ള പോരാട്ടവും ധനമന്ത്രി തോമസ് ഐസക്കുമായുള്ള സംവാദവുമൊക്കെ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ. എന്നിട്ടും 2011-ൽ മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടു. രണ്ടാം നിരയിൽ നിന്ന് നിയമസഭയിലെ പിൻനിരയിലേക്ക് തള്ളപ്പെട്ട നാളുകൾ. വെറുതെ ഇരുന്നില്ല സതീശൻ. ഹരിത ഗ്രൂപ്പ് എന്ന പേരിൽ ഭരണപക്ഷത്തെ പ്രതിപക്ഷ ശബ്ദമായി മാറി സതീശൻ. പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരുന്നു തുടക്കം മുതൽ സതീശന്റെ പ്രത്യേകത. നിയമസഭാ നടപടികളിലും തികഞ്ഞ അവഗാഹം. തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞ കോൺഗ്രസ് നിയമസഭാ കക്ഷിയെ നയിക്കാനാണ് 2021-ൽ സതീശനെത്തിയത്. സഭയ്ക്കകത്തും പുറത്തും പുതിയ ഉണർവിലേക്ക് കോൺഗ്രസ് മാറി. സതീശന്റെ നാവിന്റെ മൂർച്ച പിണറായി സർക്കാരിനെ നോവിച്ചു. സാർ, ഇന്നലെ വന്ന ഹൈക്കോടതി വിധി വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒറിജിനൽ സ്വർണം മൂടിയ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നാണ് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ്. സാർ, ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നുള്ളൊരു ഫൈൻഡിംഗ് ഉണ്ടായിരിക്കുന്നു. കൃത്യമായ ആസൂത്രണം, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഗൃഹപാഠം, ജനമനമറിഞ്ഞുള്ള വാഗ്ദാനങ്ങൾ, തികഞ്ഞ ആത്മവിശ്വാസം. പ്രൊഫഷണൽ സമീപനത്തോടെയായിരുന്നു ഇത്തവണ UDFന്റെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ. ആരും കാണാത്ത വിജയം മനസ്സിലുറപ്പിച്ചാണ് സതീശൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒടുവിൽ ചരിത്ര വിജയത്തിലേക്ക് കോൺഗ്രസ് എത്തി. പട നയിച്ചവൻ നാടുഭരിക്കട്ടെ എന്ന് അണികളെ കൊണ്ട് മാത്രമല്ല പൊതുസമൂഹത്തെ കൊണ്ടുകൂടി പറയിപ്പിച്ചാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിപ്പുറപ്പിക്കുന്നത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.